ഹായ്, ഞാൻ നിങ്ങളുടെ സുജയാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ വാർത്ത നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഈ ദിവസം സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഇതിന്റെ ഒരുപാട് വാർത്ത വരികയുണ്ടായി. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു വിവാഹത്തിന് എത്തിയിരുന്നു. ലാലേട്ടൻ, മമ്മൂക്ക, ജയറാം, ദിലീപ് ഇവരെല്ലാവരും തന്നെ കുടുംബസമേതം ഈ വിവാഹത്തിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് വലിയൊരു വാർത്താ പ്രാധാന്യം ഈ ഒരു കല്യാണത്തിന്, വിവാഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിവാഹമെല്ലാം കഴിഞ്ഞു, അതിന്റെ പരിപാടീസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ചർച്ചയാകുന്നത് നമ്മുടെ മമ്മൂക്ക ലാലേട്ടന്റെ കൈകൂപ്പും കൈ കെട്ടുവൊക്കെയാണ്. ഞാൻ ആലോചിച്ച്, എന്തിനാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പ് വാർത്തകൾ കൊടുക്കുന്നത്? ഞാൻ ഏറ്റവും ആദ്യം കണ്ടൊരു വാർത്ത ഇങ്ങനെയാണ്, ഇവിടെ വെക്കുന്നുണ്ട്. കൈകൂപ്പി മോഹൻലാൽ, കൈ കെട്ടി നിന്ന് മമ്മൂട്ടി, മോദിയെ കണ്ട് താരങ്ങൾ. നരേന്ദ്രമോദി ആ വിവാഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദിയെ കണ്ട സമയത്ത് ലാലേട്ടൻ എന്തോ കൈ കൂപ്പിയെന്നും മമ്മൂക്ക എന്തോ കൈ കെട്ടിയെന്നുമാണ് ഏറ്റവും ആദ്യത്തെ കുത്തിത്തിരിപ്പ് വാർത്ത. നമ്മുടെ മാധ്യമങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇതേപോലെ കുത്തിത്തിരിപ്പ് വാർത്ത കൊടുക്കാനായിട്ട് ഏറ്റവും മിടുക്കര്. ഇപ്പൊ നരേന്ദ്രമോദി നമ്മുടെ ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ്. ഇപ്പൊ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഇവരെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ആ റെസ്പെക്ട് കാണിക്കും. ഈ കൈകൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ആദരവിന്റെ, നമുക്ക് ബഹുമാനത്തിന്റെ സൂചകമായിട്ട്, ദൈവമായിട്ട് കണ്ടിട്ടൊന്നും അല്ലല്ലോ, നമ്മളൊരു ആദരവിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമസ്കാരം പോലെ കൈ കൂപ്പാറുണ്ട്. അപ്പൊ ഇവിടെ മമ്മൂക്ക കൈ കെട്ടിയാൽ ഭയങ്കര മാസ് ആകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാണ്. ഇനി മമ്മൂക്ക കൈ കെട്ടുകയും ലാലേട്ടൻ കൈ കൂപ്പുകയും ചെയ്തു. അപ്പൊ റെസ്പെക്റ്റിന്റെയും, അല്ലെങ്കിൽ ഒരു മമ്മൂക്ക അവിടെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ കുത്തിത്തിരിപ്പ് വാർത്ത കൊടുത്ത ആൾക്കാരുടെ തലക്ക് ബോധമില്ല എന്ന് ഞാൻ പറയും. ഇനി ആദ്യം ഇങ്ങനെയാണ് വാർത്ത വന്നത്. പിന്നീട് ഞാൻ കണ്ട കുറെ ഊളകളുടെ പോസ്റ്റുകളും കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോന്നായിട്ട് വെക്കാം. ശീതൾ ശ്യാം, ഞാൻ ഈ ഊള എന്ന് വിളിക്കുന്നത് ഒരു വ്യക്തിയല്ല, ഈ ഊളത്തരം കാണിക്കുന്ന ആൾക്കാരെ കോമൺലി പറയുന്നതാണ് കേട്ടോ. ശീതൾ ശ്യാം ഒരു ട്രാൻസ്ഫോമറാണ്. കഴിഞ്ഞ ഏതൊരു ദിവസം ശോഭനയെ പോലെ ഇരിക്കുന്നുണ്ടെന്ന് ഇനി ആരും പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മണകൊടാഞ്ഞം പോസ്റ്റ് ഇട്ട ആളാണ് ഈ ശീതൾ ശ്യാം. കാരണം ശോഭന ഏറ്റവും ആദ്യം മുഖ്യമന്ത്രി പങ്കെടുത്ത നമ്മുടെ കേരളീയം വേദിയിലെത്തി, പിന്നീട് പ്രധാനമന്ത്രിയുടെ തൃശ്ശൂര് പങ്കെടുത്ത വേദിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ശോഭന വെറുക്കപ്പെട്ട ആളായിട്ട് മാറുന്നു. ഇപ്പൊ ഇതേ ശീതൾ ശ്യാം വീണ്ടും ഒരു ഊള പോസ്റ്റുമായിട്ട് തേഞ്ഞൊട്ടാനായിട്ട് വന്നിട്ടുണ്ട്. വേറെ ആളെ നോക്കുക, മമ്മൂക്ക. കാരണം മമ്മൂക്ക പ്രധാനമന്ത്രിയെ കണ്ട സമയത്ത് കൈ കെട്ടി നിന്നു എന്നാണ് ഈ വിവരം കെട്ട ശീതൾ ശ്യാമിനെ പോലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടു. പിന്നീട് ഇതിന്റെ മറു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കയും അവിടെ കൈകൂപ്പുന്ന ഒരു ഫോട്ടോയാണ്. അത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ മമ്മൂക്ക അവിടെ പ്രധാനമന്ത്രിയെ കണ്ട സമയത്ത് ഓൾറെഡി കൈ കൂപ്പിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ കൈകൂപ്പുന്നു, ജയറാം കൈകൂപ്പുന്നു. ഇതിപ്പോ മമ്മൂക്ക പിന്നെ പ്രധാനമന്ത്രിയെ കാണുന്ന സമയത്ത് കൈകൂപ്പാതെ പിന്നെ തലകുത്തിയിരിക്കണമായിരുന്നു. ഇത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും. അപ്പൊ മമ്മൂക്ക ഇവിടെ കൈ കെട്ടിയാലും കൈ കൂപ്പിയാലും ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വാർത്തയായിട്ട് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മമ്മൂക്ക എന്താ നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യനല്ലേ? അയാൾ പ്രധാനമന്ത്രി കാണുന്ന സമയത്ത് കൈ കൂപ്പും. അതിനിപ്പോ എന്താ കുഴപ്പമെന്താ? ലാലേട്ടൻ കൈ കൂപ്പുമായിരിക്കും. ഇവരെല്ലാവരും ആ മനുഷ്യനെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയെ കണ്ടാലും ഈ റെസ്പെക്ട് കൊടുക്കും, പ്രധാനമന്ത്രിയെ കണ്ടാലും ഈ റെസ്പെക്ട് കൊടുക്കും. റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരെ കണ്ടാൽ റെസ്പെക്ട് കൊടുക്കണം. അതിനകത്ത് ഇപ്പൊ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയിട്ട് ഇതേപോലെ കുത്തിത്തിരിപ്പ് പോസ്റ്റുകൾ ഇടുന്ന അലവലാദികളാണ് സത്യം പറഞ്ഞാൽ പ്രശ്നക്കാർ. ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഇതിനകത്ത് ഈ കമന്റ് ഇടുന്ന അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇവരുടെ മനസ്സിലുള്ള വർഗീയത, ഈ പഴയ ജന്മിത്ത മൈൻഡ് ഉണ്ടല്ലോ, ഏത് ഈ ജന്മിമാർക്കൊരു പണ്ടത്തെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ജന്മിമാർ വരുമ്പോഴത്തേക്കും ഈ സാധാരണ പാവങ്ങൾ വഴി മാറി നടക്കണം, അല്ലെങ്കിൽ ഓടി മറയണം, അവരെ കാണാൻ പല ഐത്തം വെക്കുന്ന പരിപാടിയുണ്ട്. ഈ ഐത്തത്തിന്റെ അതേ ആൾക്കാരാണ് ഇപ്പൊ ഈ ശീതൾ ശ്യാമനെ പോലെ കമന്റ് ഇടുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്ന അലവലാദികൾ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. കാരണം ഇവരുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, ഞങ്ങളുടെ മതപരമായിട്ടുള്ള ചിന്തകൾ, അങ്ങനെയുള്ള ആൾക്കാർ മാസമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർക്കുന്ന ആര് വന്നാലും ശരി, അവരെയൊക്കെ ഞങ്ങൾ മോശക്കാരാക്കി മാറ്റും. ഇതെന്ത് മൈൻഡ് സെറ്റാണ്? ഞാൻ ഈ ശീതൾ ശ്യാം ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ശീതൾ ശ്യാം അത്ര ഫെയിം ആയിട്ടുള്ള ആളുമല്ല. ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ ഞാൻ ആക്ഷേപിച്ചു എന്നും പറഞ്ഞേക്കരുതേ. ആര് വിവരക്കേട് പറഞ്ഞാലും, ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും എന്തായാലും കൊള്ളാം, വിവരക്കേട് പറഞ്ഞാൽ വിവരക്കേടാണ്. അതിപ്പോ ശീതൾ ശ്യാം വിവരക്കെട്ട് രണ്ടാമത്തെ പ്രവൃത്തിയാണ് ഇപ്പൊ എന്റെ കണ്ണിൽ കാണുന്നത്. ഇതേപോലെ ഇത്രയും വിവരക്കേട് മാത്രം കാണിച്ചു കൂട്ടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ബേസിക് ആയിട്ട് അതിന്റെ ഫോട്ടോസ് എങ്കിലും എടുത്ത് നോക്കാനുള്ള ബോധം വേണം. ഇത് മാസാണെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. മമ്മൂക്ക അവിടെ കൈ കെട്ടുന്നത് അതെങ്ങനെയാ മാസാകുന്നേ? അതിപ്പോ കൈ കൂപ്പുന്നതും അതിനകത്തും തെറ്റില്ലല്ലോ. കൈ കൂപ്പുന്നതും കൈ കെട്ടുന്നതും ഒന്നും തെറ്റല്ല. പ്രധാനമന്ത്രിയെ കാണുന്ന സമയത്ത് റെസ്പെക്ട് ചെയ്യുക. ഇപ്പൊ ശീതൾ ശ്യാമിനെ പോലുള്ള ആള്, അല്ലെങ്കിൽ ഈ ശീതൾ ശ്യാമെന്ന പേര് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ തന്നെ അത് അവരെന്തോ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന പോലെ ഇപ്പൊ അതിന്റെ പോലെ ആവശ്യമില്ല. എനിവേ, ഇതേപോലുള്ള വിവരം കെട്ട ആൾക്കാർ ഇതേപോലെ പോസ്റ്റ് ഇടുന്നതൊക്കെ അത് എന്ത് ഉദ്ദേശത്തിലാണ്?
അപ്പൊ നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു കൂട്ടം ആൾക്കാർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ എപ്പോഴും അധികാരത്തിൽ വരണോ? അല്ലെങ്കിൽ ഇവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ മാത്രമേ റെസ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ? അത്രയും നിങ്ങളെപ്പോലെ ബോധം കെട്ട ആൾക്കാരാണ് എല്ലാവരും. ദയവ് ചെയ്ത് നിങ്ങൾ കരുതരുതേ. അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള 99% ആൾക്കാർക്ക് നല്ല ബുദ്ധിയുണ്ട്. ബാക്കി ഇതേപോലുള്ള വിവരം കെട്ട 1% ആൾക്കാരാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുത്തിത്തിരിപ്പ് വാർത്തകളും പോസ്റ്റുകളുമായിട്ടൊക്കെ രംഗത്ത് വരുന്നത്. ഇതിനോടൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ മമ്മൂക്ക അവിടെ ലാലേട്ടനൊക്കെ അക്ഷതം കൊടുത്തിരുന്നു. പ്രധാനമന്ത്രി അവിടെ അക്ഷതം അറിയാമല്ലോ, നമ്മുടെ ഈ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പൂജാദ്രവ്യമാണ്. ഈ പൂജാദ്രവ്യം വിവാഹം കഴിച്ച ഇന്ന് ആ ഒരു സുരേഷ് ഗോപിയുടെ മകളുടെ ഈ ദിവസം തന്നെ, വിവാഹത്തിന്റെ ആ ദിവസം തന്നെ വിവാഹം കഴിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള എല്ലാവർക്കും അക്ഷതം കൊടുത്തിരുന്നു. മമ്മൂക്കൊക്കെ മോഹൻലാലും അക്ഷതം കൊടുത്തു. അതിന്റെ ഫോട്ടോ കൂടെ ഞാനവിടെ വെക്കുന്നുണ്ട്. മമ്മൂക്കൊക്കെ അക്ഷതം കൊടുത്തിട്ട് ഫോട്ടോ. അപ്പോൾ ഇതെല്ലാം മമ്മൂക്ക എന്താ അക്ഷതം സ്വീകരിച്ച മമ്മൂക്ക നേരെ രാമക്ഷേത്രത്തിലോട്ട് പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇതൊക്കെ അവർക്കൊക്കെ റെസ്പെക്ട് ചെയ്യാൻ അറിയാം. ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാതെ റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് അവർക്കറിയാം. ഇത് കേരളത്തിലുള്ള ഞാൻ പറഞ്ഞ പോലെ 99% ആൾക്കാർക്കും അറിയാം. ഈ ബോധവും വിവരവും ഇല്ലാത്ത ഇതേപോലുള്ള കുറെ മരപ്പാടുകൾ വന്ന് കുരു പൊട്ടിക്കുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും പഴയ ആ അയിത്തം ജന്മിത്തം ആ സ്റ്റൈൽ വീണ്ടും ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി, ഞങ്ങളുടെ മതപരമായിട്ടുള്ള ചിന്തകൾ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ സൂപ്പർ, അതിന് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം എന്ന് വീണ്ടും 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 ഉയർത്തി കാണിക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാരെ സത്യം നമ്മൾ ഒറ്റപ്പെടുത്തിയേ വേണ്ടോ? അവരെയൊന്നും അടുപ്പിക്കാനേ കൊള്ളില്ല. ഈ കുത്തിത്തിരിപ്പ് പോസ്റ്റ് ഇടുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അവരൊരിക്കലും നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിർത്താനും പറ്റില്ല. കാരണം അവർ വീണ്ടും വർഗീയത ഉണ്ടാക്കും, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും, തമ്മി തല്ലിക്കും, ഇതൊക്കെ സംഭവിപ്പിക്കും. അത് അവരത് ചെയ്യും. അതിൻ്റെ മൈൻഡുമായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇതേപോലുള്ള ഊള പോസ്റ്റുകൾ ഇടുന്ന ഈ ഒരു വിഷയത്തിൽ ഒരു കൈകെട്ടും കൈകൂപ്പും ഇതേപോലെ വർഗീയതയും രാഷ്ട്രീയപരമായിട്ടും വളച്ചൊടിച്ച എല്ലാ അലവലാദികളോടുമുള്ള പരമപുച്ഛം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.